ഞാൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് വന്നതാണ്. അപ്പോൾ അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എന്താ കഴിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ബിരിയാണി, മന്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ, എന്താണെന്ന് കഴിക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ പൊറാട്ടയും ബീഫും കഴിച്ചാലോ എന്നൊരാഗ്രഹമാണ്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, നമ്മൾ സാധാ കഴിക്കണമെങ്കിൽ പൊറാട്ടയും ബീഫും ഹോട്ടലിൽ പോയിട്ട് ആ പ്ലേറ്റിൽ നിന്ന് അങ്ങനെ കഴിക്കണ രീതി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കഴിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിച്ചപ്പോൾ ചെറിയ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 8 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ ചെറുപ്പശ്ശേരി മലബാർ ഹോട്ടലിൽ നിന്ന് ബീഫും പൊറാട്ടയും കൂടി ഒരുമിച്ച് പൊതിഞ്ഞ് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് കുറച്ച് പൊറാട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ ബീഫ് കറിയോട് കൂടിയിട്ട് ഇട്ടിട്ട് അങ്ങനെ പൊതിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും അത് ഈ വാഴൻ്റെ ഇലയുടെയും ബീഫിൻ്റെയും അത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു ഒക്കെ പാടെ ഭയങ്കരമായിട്ടുള്ള ഒരു മണവും അതിൻ്റെ ഉപരി അതിന്നൊരു പീസ് എടുത്തിട്ട് ബീഫിൻ്റെ കഷ്ണവും ഈ കുതിർന്ന പൊറാട്ടയും കൂട്ടിയിട്ട് വായിലേക്ക് വെക്കുമ്പോഴുള്ള ടേസ്റ്റ്, എൻ്റെ പൊന്നു മക്കളെ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു രുചിയാണ് എനിക്ക് വീണ്ടും അനുഭവിച്ചറിയണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇന്ന് ഒരു കടയിൽ പോയിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, നമ്മൾ പൊറോട്ട ഒക്കെ മൈദ കൊണ്ട് അധികം കഴിക്കാറില്ല, അപ്പോൾ കേടാവുന്നുണ്ട്. അപ്പോൾ ഒരു 2 പൊറോട്ട പൂതിക്ക് കഴിക്കുക. അങ്ങനെ 2 പൊറോട്ട വെച്ചിട്ട് അതിൽ ഒരു പ്ലേറ്റ് ബീഫ് കറിയും ഒക്കെ പാടെ കൂടി പൊതിഞ്ഞ് തരാൻ പറഞ്ഞു. അയാൾ പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. അത് എന്തായിരുന്നു ഞാൻ മാത്രമല്ല നിങ്ങളും അറിയണം. ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കാം കേട്ടോ. തുറന്നു നോക്കിയിട്ട് എന്തായിരുന്നോന്നാണ്. നമ്മുടെ നാട്ടിലത്തെ പേപ്പർ അതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ അതിൻ്റെ മേലെ വാഴൻ്റെ ഇലയും വെച്ചിട്ടൊന്നല്ല, ഇത് സാധാരണ അയാൾ പൊതിഞ്ഞ് തന്നതാണ്. പക്ഷേ ഈ കിഴിപ്പൊറോട്ടയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ കിഴിപ്പൊറോട്ടയേക്കാൾ ടേസ്റ്റിൽ കഴിച്ചൊരു ചരിത്രമുണ്ട്. എന്തായിരുന്നോന്നാവും. ദൈവമേ, ആ കറിയെല്ലാം വെറ്റിപ്പോയിന് കേട്ടോ. കാണുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? എന്തായാലും കഴിക്കണേന് പിന്നെ നിങ്ങളെയും കൂട്ടിയിട്ട് കുതിർന്നൊന്നും നല്ല കുതിരയൊക്കെ ചെയ്തു. അടിയിലത്തെ മണ്ണെന്ന് പറഞ്ഞ ഒട്ടിക്കത്തെ മണ്ണ കേട്ടോ. വാഴകളുടെ ഒരു കുറവുള്ളൂ. അലുമിനിയം കോയിലാണ്. നിങ്ങൾ നോക്കിയാലോ, ഒരു പീസും പൊറാട്ടയൊക്കെ പാടെടുത്തിട്ട് ബെസ്റ്റത്തുള്ള സഹിക്കൂല. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പക്ഷെ ബീഫിൻ്റെ ചാറ് കുറച്ച് കുറഞ്ഞു പോയി, ഈ പൊറാട്ട കുടിച്ചു പോയി. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റ്. നമ്മുടെ ഇഷ്ടങ്ങൾ അതെപ്പോഴും വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മളെല്ലാവരോടും